മലയാളത്തിൻ്റെ പ്രിയനടൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിയുടെ വിയോഗം സിനിമാ ലോകത്തെയും അതുപോലെ തന്നെ ആരാധകരെയും വലിയ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ ജീവിതത്തിലും കരിയറിലും വലിയ സ്വാധീനം ചെലുത്തിയിരുന്ന വ്യക്തിയായിരുന്നു ലാലിൻ്റെ അമ്മ ശാന്തകുമാരി. മലയാളികൾക്ക് മോഹൻലാൽ വെറുമൊരു നടൻ മാത്രമായിരുന്നില്ല, കുടുംബത്തിലെ ഒരാൾ കൂടിയാണ്. ആ സ്നേഹബന്ധത്തിൻ്റെ വേരുകൾ ചെന്നെത്തുന്നത് തിരുവനന്തപുരത്തെ പൂജപ്പുര മുടവൻമുകളിലെ ഈ കാണുന്ന വീട്ടിലേക്കാണ്. മോഹൻലാലിൻ്റെ വിജയങ്ങൾക്കെല്ലാം സാക്ഷിയായി പ്രാർത്ഥനയോടെ ആ വീട്ടിൽ കഴിഞ്ഞിരുന്ന ശാന്തകുമാരി വിടവാങ്ങുമ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നതൊരു വലിയ മാതൃബിംബം കൂടിയാണ് എന്നുള്ളതാണ്. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ ശാന്തകുമാരിയും സെക്രട്ടേറിയറ്റ് നിയമവകുപ്പിൽ ഉദ്യോഗസ്ഥനുമായിരുന്ന വിശ്വനാഥൻ നായരും വിവാഹശേഷമാണ് തിരുവനന്തപുരത്തേക്ക് താമസം തുടങ്ങുന്നത്. മുടവൻമുകളിൽ അവർ പണിത ഈ വീട്ടിലാണ് മോഹൻലാലിൻ്റെ വളർച്ചയ്ക്ക് തണലായി ഒരുങ്ങിയിരുന്നത്. ലാൽ ജനിച്ചത് പത്തനംതിട്ടയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബാല്യവും കൗമാരവും മോഹൻലാൽ എന്ന നടൻ്റെ രൂപപ്പെടലുമെല്ലാം ഈ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. തൻ്റെ അമ്മയെക്കുറിച്ച് മോഹൻലാൽ പലപ്പോഴും വാചാലനാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ലാൽ അഭിനയിച്ച മിക്ക സിനിമകളുടെയും പൂജ നടക്കുമ്പോൾ വിളക്ക് കൊളുത്താൻ ശാന്തകുമാരി അവിടെ എത്തുമായിരുന്നു. മുടവൻമുകളിലെ വീട്ടിൽ മകനോടൊപ്പം കഴിഞ്ഞിരുന്ന കാലത്ത് നാട്ടുകാർക്കും അയൽക്കാർക്കും അവർ പ്രിയപ്പെട്ട ശാന്തമ്മയായിരുന്നു. ഭർത്താവ് വിശ്വനാഥൻ നായരുടെയും മൂത്തമകൻ പ്യാരിലാലിൻ്റെയും വിയോഗം ശാന്തകുമാരിയെ തളർത്തിയിരുന്നു എന്നുള്ളതാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ കാലമായി അവർ ചികിത്സയിലാണ്. കൊച്ചിയിലെ മോഹൻലാലിൻ്റെ വസതിയിലായിരുന്നു അവസാന നാളുകളിൽ അവർ കഴിഞ്ഞിരുന്നതെങ്കിലും ലാലിൻ്റെ ഓർമ്മകളെല്ലാം ഈ വീട്ടിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. ഈ വീട്ടിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. വീടിൻ്റെ പുറകുവശത്താണ് മോഹൻലാലിൻ്റെ പിതാവിനെയും സഹോദരനെയും സംസ്കരിച്ചിട്ടുള്ളത്. അവിടെ തന്നെയായിരിക്കും അമ്മയെയും സംസ്കരിക്കുക എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. നാളെ രാവിലെയോടുകൂടി ഇവിടേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോഹൻലാലിൻ്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളടക്കം ഇവിടെയുണ്ട്. നിലവിലിപ്പോൾ ഈ വീട് വൃത്തിയാക്കുന്ന തൊഴിലാളികളാണ് വീട്ടിൽ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ബാക്കി ചടങ്ങുകൾക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ ഇവിടെ നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.